ഡിയർ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് PSCയിലെ മറ്റെല്ലാ പരീക്ഷകളിലെയും ഇംഗ്ലീഷ് കാറ്റഗറിയിൽ നിത്യസാന്നിധ്യമായി ചോദിച്ചു വരാറുള്ള എന്നാൽ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ കഴിയുന്നതുമായ ഒരു ടോപ്പിക്കാണ് പാർട്സ് ഓഫ് സ്പീച്ച്. വീഡിയോ മുഴുവനായും കാണാനും ഇൻഫോർമേറ്റീവ് ആകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ സ്നേഹം കമൻസിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഒപ്പം മറ്റു കൂട്ടുകാർക്കായി വീഡിയോ ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ സ്കൂളിലോ മറ്റോ ആദ്യമായി ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ ടോപ്പിക്കിലെ ആദ്യ അധ്യായമായി പഠിച്ചു തുടങ്ങുന്ന ഒന്നാണ് പാർട്സ് ഓഫ് സ്പീച്ച്. എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഉദാഹരണത്തിനായി ഒരു സെൻറ്റൻസ് എടുക്കാം. ദ ടീച്ചർ റീഡ്സ് എ ബുക്ക്. അധ്യാപിക ഒരു ബുക്ക് വായിക്കുന്നു. ഇതിൽ ദ ടീച്ചർ എന്നത് പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ സബ്ജക്റ്റ്, മലയാളത്തിൽ കർത്താവ് എന്നൊക്കെ വിശേഷിപ്പിക്കും. അതുപോലെ റീഡ്സ് എന്നത് ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ വെർബ് അല്ലെങ്കിൽ ക്രിയ എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ആ വ്യക്തി എന്താണ് റീഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനുത്തരമായി എ ബുക്ക് എന്ന് മറുപടി പറയാം. ഇതാണ് ആ സെൻറ്റൻസിൻ്റെ ഒബ്ജക്റ്റ്. സോ ഇങ്ങനെ ഒരു സെൻറ്റൻസ് എടുത്താൽ ഇവിടുത്തെ പല വാക്കുകളും പല അർത്ഥങ്ങളിലും ധർമ്മങ്ങളിലുമാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്ത ധർമ്മങ്ങളും അർത്ഥങ്ങളും കാണിക്കുന്നവയെ നമ്മൾ പ്രത്യേകം തരംതിരിച്ചു പഠിക്കുന്ന ഒരു സംവിധാനമാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്നത്. പ്രധാനമായും 8 പാർട്സ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നൗൺ അല്ലെങ്കിൽ നാമം, സെക്കൻഡ് വൺ പ്രൊനൗൺ അല്ലെങ്കിൽ സർവനാമം, തേർഡ് വൺ വെർബ് അല്ലെങ്കിൽ ക്രിയ, ദെൻ ഫോർത്ത് അഡ്വർബ് അല്ലെങ്കിൽ ക്രിയാവിശേഷണം, ദെൻ അഡ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ നാമവിശേഷണം, പ്രിപ്പോസിഷൻസ്, കൺജങ്ഷൻസ്, ഇൻ്റർജെക്ഷൻസ്. ഏതൊക്കെയാണ്? നൗൺ, പ്രൊനൗൺ, വെർബ്, ആഡ്വർബ്, അഡ്ജക്റ്റീവ്സ്, പ്രിപ്പോസിഷൻസ്, കൺജങ്ഷൻസ്, ഇൻ്റർജെക്ഷൻസ്. ഇനി ഇവ എന്തൊക്കെയാണ്, ഓരോന്നും എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, പാർട്സ് ഓഫ് സ്പീച്ചിൽ ആദ്യമായിട്ട് വരുന്നത് നൗൺ അല്ലെങ്കിൽ നാമമാണ്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. പീപ്പിൾ, പ്ലേസ്, ആനിമൽസ്, തിങ്സ് ആൻഡ് ഐഡിയാസ്, അതുപോലെ ഫീലിങ്സ് എന്നിവയുടെ പേരിനെ സൂചിപ്പിക്കുന്നതാണ് നൗൺ അല്ലെങ്കിൽ നാമം എന്ന് പറയുന്നത്. ഇപ്പം എന്താണ്? ഏതെങ്കിലും ആളുകളുടെയോ ഏതെങ്കിലും സ്ഥലത്തിൻ്റെയോ ഏതെങ്കിലും മൃഗങ്ങളുടെയോ ഏതെങ്കിലും വസ്തുക്കളുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആശയങ്ങളുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീലിങ്സിൻ്റെയോ ഒക്കെ ഒരു പേരിനെ എടുത്ത് പറഞ്ഞ് സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ നൗൺ അല്ലെങ്കിൽ നാമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ജോൺ, നാസർ, അമീന. ഇതൊക്കെ എന്താണ്? ഓരോ പേരുകളാണല്ലേ, ഓരോരുത്തരുടെ പേരുകളാണ്. പിന്നുള്ളത് എന്താണ്? ഊട്ടി, ഡൽഹി എന്നൊക്കെ ഉള്ളത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അതുപോലെ പെൻ എന്ന് പറഞ്ഞൊരു വസ്തുവിൻ്റെ പേരാണ്. പിന്നെ ഹോപ്പ്, അതുപോലെ ഹാപ്പിനെസ്, ഇതൊക്കെ എന്താണ്? ഓരോ ഫീലിങ്സിൻ്റെയൊക്കെ പേരാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വരുന്നത് ഏതിനകത്താണ്? നൗൺ അല്ലെങ്കിൽ നാമം എന്ന് പറയുന്നൊരു ഇതിനകത്ത് ഒരു കാറ്റഗറിയിലാണ്. ഓക്കെ, മാത്രമല്ല ഒരു സെൻറ്റൻസിൻ്റെ ഹൃദയം അല്ലെങ്കിൽ ഹൃദയഭാഗം എന്നൊക്കെ പറയുന്നതും എന്ത് തന്നെയാണ്? ഈ നാമം തന്നെയാണ് അല്ലെങ്കിൽ നൗൺ തന്നെയാണെന്നും ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ഇവിടെ 2 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് അരുൺ ലിവ്സ് ഇൻ ഓസ്ട്രേലിയ. ഇതാണ്, അരുൺ ഓസ്ട്രേലിയയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നൗൺ എന്ന് പറയുന്നത് ഏതായിരിക്കും? അരുൺ എന്നാണ് അല്ലേ. അപ്പോൾ അരുൺ ആയിരിക്കും ഇവിടെ നൗൺ എന്ന് വരിക. അതായത് ഒരു പേരിനെ സൂചിപ്പിക്കുന്നതാണല്ലോ അരുൺ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഓസ്ട്രേലിയ ഉണ്ട്. അപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്ന പേരാണല്ലോ. അപ്പോൾ അതും നൗണായിട്ട് വരും. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ തന്നെ 2 നൗൺ ഉണ്ട്, അരുണും ഓസ്ട്രേലിയ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ലിവ്സ് എന്നുണ്ട്, ജീവിക്കുക എന്നുള്ളത്, ജീവിക്കുന്നു എന്നൊക്കെ ഉള്ളത്. അതൊരു ക്രിയ അല്ലെങ്കിൽ വെർബായിട്ടായിരിക്കും നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. മാളു യൂസസ് പെൻ ആൻഡ് പേപ്പേഴ്സ് ടു റൈറ്റ് പ്രോജക്ട്സ് എന്നാണ്. മാളു പേനയും പേപ്പറും ഉപയോഗിച്ച് പ്രോജക്റ്റ് എഴുതുന്നു എന്നാണ് ഇതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ ഇവിടെ നമുക്ക് നൗൺ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം മാളു ഒരു പേരിനെ സൂചിപ്പിക്കുന്നതാണല്ലോ, അത് നമുക്ക് നൗണായിട്ട് ഉപയോഗിക്കാം. അതുപോലെ പെന്നുണ്ട്, പെന്ന് പറഞ്ഞൊരു വസ്തുവിനെ സൂചിപ്പിക്കുന്നതാണല്ലോ, അതും ഒരു നൗണാണ്. പിന്നീട് പേപ്പറുണ്ട്, പേപ്പറും ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്നതാണല്ലോ, നൗണാണത്. അതുപോലെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെ? നൗൺ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ തന്നെ നമുക്ക് 4 നൗൺസാണ് വന്നത്. ഏതൊക്കെയാണ്? മാളു, പെന്ന്, പേപ്പർ, പിന്നെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. കൂടാതെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വേർഡ്സ് ഒക്കെ വരുന്നുണ്ട്. യൂസസ്, അതായത് ഉപയോഗിക്കുന്നു എന്നുള്ളത്, അതും വെർബായിട്ടായിരിക്കും വരിക. പിന്നെ ഉള്ളത് ടു റൈറ്റ്, അതും ചെയ്യുന്നൊരു പ്രവൃത്തിയാണല്ലോ, അതും വെർബാണ് വരിക. പിന്നെ ഇവിടെ ഇടയ്ക്ക് ഒരു ആൻഡ് എന്ന് പറയുന്നുണ്ട്, പെന്നും പേപ്പറും എന്നുള്ളൊരു മീനിങ്. അത് രണ്ടും കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ടേമാണല്ലോ, അത് കൺജങ്ഷനാണ്. അതൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആ ഒരു നൗൺ എന്ന് പറയുന്നൊരു സംഭവം. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് നൗൺ എന്ന് പറയുന്നത്? ഒരു എന്താണ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു ആളുകളുടെയോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെയോ ജീവികളുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളുടെയോ പിന്നെ ഐഡിയാസ് അല്ലെങ്കിൽ ഫീലിങ്സ് എന്നിവയുടെയൊക്കെ പേരിനെ സൂചിപ്പിക്കുന്നതാണ് നൗൺ അല്ലെങ്കിൽ നാമം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി നൗണിനെ അവയുടെ സ്വഭാവം അനുസരിച്ച് 8ആയി തിരിക്കാം. അപ്പോൾ എന്താണ്? നൗണിനെ അവയുടെ സ്വഭാവം അനുസരിച്ച് 8ആയി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണവ? ഒന്ന് കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ, മെറ്റീരിയൽ നൗൺ, അബ്സ്ട്രാക്റ്റ് നൗൺ, കോമ്പൗണ്ട് നൗൺ ആൻഡ് കളക്റ്റീവ് നൗൺ. ഏതൊക്കെയാണ്? കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, കൗണ്ടബിൾ നൗൺ അല്ലെങ്കിൽ കൗണ്ട് നൗൺ എന്നും പറയും, അൺകൗണ്ടബിൾ നൗൺ അല്ലെങ്കിൽ മാസ് നൗൺ എന്ന് പറയും,
പിന്നീട് മെറ്റീരിയൽ നൗൺ, അബ്സ്ട്രാക്റ്റ് നൗൺ, കോമ്പൗണ്ട് നൗൺ ആൻഡ് കളക്റ്റീവ് നൗൺ. ഇത്രയുമാണ് നൗൺസിൻ്റെ സ്വഭാവം അനുസരിച്ച് 8ആയി തിരിച്ചിരിക്കുന്നത്. ഓക്കെ, നൗൺസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നതാണ് കോമൺ നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ പേരിൽ തന്നെയുണ്ട് കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ടേമാണെന്ന്. അതായത് സാധാരണയായി ഒരു കൂട്ടം ആളുകളെയോ വസ്തുക്കളെയോ അല്ലെങ്കിൽ സ്ഥലങ്ങളെയോ അവയുടെയൊക്കെ ഒരു പേരിനെയാണ് നമ്മൾ കോമൺ നൗൺ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് സിറ്റി, ഗേൾ, ആനിമൽ, ഡോഗ്, ഹൗസ്, ഫ്രൂട്ട്, മൗണ്ടൻ, മാൻ, വില്ലേജ്, ട്രീ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു പൊതുവായിട്ട് നമ്മൾ പറയുന്നതാണ്. കുറേ പെൺകുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ മാത്രം നിലമുത്തത്തി നമ്മൾ ഗേൾ എന്ന് തന്നെയാണ് പറയുന്നത്. ആനിമൽ, മൃഗങ്ങളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ആനിമൽ എന്ന് പറയും. ഡോഗ്, ഹൗസ്, ഫ്രൂട്ട്, മൗണ്ടൻ, മാൻ, വില്ലേജ്, ട്രീ ഇതെല്ലാം നമ്മൾ കോമൺ നൗണായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വണ്ണാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പർ നൗൺ എന്ന് പറയുന്ന ആ പേരിൽ തന്നെയുണ്ട്. പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പേരിനെ നമ്മൾ എടുത്തു പറയുന്നുണ്ട്. അതായത് ആളുകളുടെയും വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയും പേരുകൾ പ്രത്യേകമായി എടുത്തു പറയാൻ ഉപയോഗിക്കുന്ന നാമങ്ങളാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. എന്താണ്, ആളുകളുടെയും വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയും പേരുകൾ പ്രത്യേകമായി എടുത്തു പറയാൻ ഉപയോഗിക്കുന്ന നാമങ്ങളെയാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. കൂടാതെ ഈ പ്രോപ്പർ നൗൺ ആരംഭിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണെന്നും ഓർക്കുക. അപ്പോൾ ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിൽ പ്രോപ്പർ നൗൺ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളൊരു ടിപ്പും കൂടിയാണിത്. അതായത് ആ ഒരു വേർഡ് തുടങ്ങുന്നത്, പ്രോപ്പർ നൗൺ തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്ററിലാണ്. സോ ആ ഒരു ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങുവാണെങ്കിൽ ആ നൗണിനെ നമുക്ക് പ്രോപ്പർ നൗൺ ആണെന്ന് പറയാം. ഓക്കെ, ഇതിന് എക്സാമ്പിളായിട്ട് വരുന്ന ഏതൊക്കെയാണ്? അപ്പം ഒരു പ്രത്യേകമായിട്ട് പേരൊക്കെ എടുത്തു പറയുകയാണ്. അപ്പം ഉദാഹരണത്തിന് അലി, പിന്നെ ഹിറ്റ്ലർ, ഹൈദരാബാദ്, ദി നൈൽ, നേപ്പാൾ, ദി താജ്മഹൽ, ഇതൊക്കെ ആ ഒരു പേരുകൾ എടുത്ത് പറയുകയാണ്. അതാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് കോമൺ നൗണും പ്രോപ്പർ നൗണിൻ്റെ ആ ഒരു പ്രത്യേകത. ഓക്കെ, ഈ പറഞ്ഞ കോമൺ നൗണും പ്രോപ്പർ നൗണും ഒന്നുകൂടി ഉറപ്പിക്കാനായിട്ട് നമുക്ക് ഈ 2 ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വിച്ച് വേർഡ് ഈസ് എ കോമൺ നൗൺ. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കോമൺ നൗൺ എന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? റീഡ്, നെക്സ്റ്റ് വാലി, ദെൻ എക്രോസ്, ദെൻ വി. അപ്പോൾ ഇതിനകത്ത് കോമൺ നൗൺ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ റീഡ് എന്ന് പറയുന്നത് എന്താണ്? റീഡ് എന്ന് പറയുന്നത് ഒരു ക്രിയയാണ്, ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. അപ്പോൾ നമുക്ക് വെർബായിട്ടത് പറയാം. അതുപോലെ വി എന്ന് പറയുന്ന ലാസ്റ്റ് ഡിയിൽ കൊടുത്തേക്കുന്ന വി എന്ന് പറയുന്നത് ഒരു പ്രോനൗണായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ എന്താണ് നമ്മൾ പിന്നീട് പതിയെ പഠിക്കും. അതുപോലെ എക്രോസ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു പ്രപ്പോസിഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ വാലിയാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ്? വാലിയാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫൈൻഡ് ദ പ്രോപ്പർ നൗൺ. ഇതിനകത്ത് പ്രോപ്പർ നൗൺ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഇറ്റ്, ഹിം, ഇന്ത്യ, ഗുഡ്. അപ്പോൾ അതാണ് ഇറ്റ്, ഹിം, ഇന്ത്യ, ഗുഡ്. ഇതിനകത്ത് പ്രോപ്പർ നൗൺ ഏതാണെന്നാണ് ചോദിച്ചത്. പ്രോപ്പർ നൗൺ നമുക്കറിയാം, ഇത് പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു ടേമാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഏതായിരിക്കും പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്? ഇന്ത്യ ആയിരിക്കും അല്ലേ. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു നൗണിൻ്റെ ഫോർമാറ്റാണ് കൗണ്ടബിൾ നൗൺ അല്ലെങ്കിൽ കൗണ്ട് നൗൺ എന്ന് പറയുന്നത്. എന്താണ് കൗണ്ടബിൾ നൗൺ അല്ലെങ്കിൽ കൗണ്ട് നൗൺ? എന്താണ് പറയുന്നത്? എണ്ണാൻ കഴിയുന്ന അല്ലെങ്കിൽ കൗണ്ട് ചെയ്യാൻ കഴിയുന്ന വസ്തുക്കളെയാണ് നമ്മൾ കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട്, നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്ന എണ്ണിയെടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള നൗണിനെയാണ് നമ്മൾ കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ടേംസ് എന്ന് പറയുന്നത് ചിലപ്പോൾ സിംഗുലറായിട്ടോ പ്ലൂറൽ ഫോമായിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. എന്താണ് സിംഗുലറായിട്ടോ പ്ലൂറൽ ഫോമായിട്ടോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യും, കാരണം അത് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലോ, അതുകൊണ്ട്. അതുപോലെ ഈ നൗൺസിൻ്റെ കൂടെ നമുക്ക് എ അല്ലെങ്കിൽ ആൻ, അതായത് ഒരു എന്നൊക്കെ ഒരു അർത്ഥം വരുന്നത് പോലെ, അതില്ലെങ്കിൽ എത്ര നമ്പറാണ് എന്നൊക്കെ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. അതായത് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്ന രീതിക്ക് ആ നൗൺസിനെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ കൗണ്ടബിൾ നൗൺസ് അല്ലെങ്കിൽ കൗണ്ട് നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉദാഹരണമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാറ്. ഇപ്പോൾ കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ കാർസ് എന്നും കാർ എന്ന് ഉപയോഗിക്കാം. കാറുകൾ എന്നുള്ളതിനും ഒരു കാർ എന്നുള്ളതിനും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഡെസ്ക് എന്ന് പറയുന്നത് ഡെസ്ക്സ് എന്നും ഡെസ്ക് എന്നും ഉപയോഗിക്കാം. കപ്പാണെങ്കിൽ കപ്സ് എന്നും കപ്പ്. ഹൗസ് ആണെങ്കിൽ ഹൗസസും ഹൗസ്. അംബ്രല്ല ആണെങ്കിൽ അംബ്രല്ലാസും അംബ്രല്ലയും. ബൈക്കാണെങ്കിൽ ബൈക്സും ബൈക്കും. ട്രീ ആണെങ്കിൽ ട്രീസും ട്രീ. സോ ഇങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നൗൺസ് ആണെങ്കിൽ നമുക്കതിനെ കൗണ്ടബിൾ നൗൺസ് അല്ലെങ്കിൽ കൗണ്ട് നൗൺ എന്നാണ് പറയുന്നത്. അടുത്ത ഒരു നൗൺ ഫോർമാറ്റാണ് അൺകൗണ്ടബിൾ നൗൺസ് അല്ലെങ്കിൽ മാസ് നൗൺസ് എന്ന് പറയുന്നത്. എന്താണ് അൺകൗണ്ടബിൾ നൗൺസ് അല്ലെങ്കിൽ മാസ് നൗൺസ്? ഇത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് നമുക്ക് അൺകൗണ്ടബിൾ ആണ്, അതായത് എണ്ണാൻ കഴിയാത്ത നാമങ്ങളെയാണ് നമ്മൾ അൺകൗണ്ടബിൾ നൗൺസ് അല്ലെങ്കിൽ മാസ് നൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണയായി അമൂർത്തമായ ആശയങ്ങൾ, പദാർത്ഥങ്ങൾ, ദ്രാവകങ്ങൾ എന്നിവയെ കുറിക്കാനാണ് അൺകൗണ്ടബിൾ നൗൺസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദ്രാവകങ്ങളെയും അതുപോലെ തന്നെ അമൂർത്തമായ ആശയങ്ങളെയും പദാർത്ഥങ്ങളെയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവയെ മാസ് നൗൺസ് എന്നാണ് നമ്മൾ പറയുന്നതെന്നും ഓർത്തിരിക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് തന്നിട്ട് ചിലപ്പോൾ അൺകൗണ്ടബിൾ നൗൺസ് കണ്ടുപിടിക്കുന്നതിന് പകരം മാസ് നൗൺസ് കണ്ടുപിടിക്കാൻ ചിലപ്പം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം, അൺകൗണ്ടബിൾ നൗൺസ് തന്നെയാണ് മാസ് നൗൺസ് എന്നുള്ളത്. സോ ഇതിനകത്ത് കുറച്ച് എക്സാമ്പിളായിട്ട് വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. റെയിൻ, പിന്നെ ബ്ലഡ്, ഹാപ്പിനെസ്, വുഡ്, എയർ, മിൽക്ക്. അപ്പോൾ ഇവയൊക്കെ എന്താണ് അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഈ പറഞ്ഞ
കൗണ്ടബിൾ നൗണിനെയും അൺകൗണ്ടബിൾ നൗണിനെയും നമുക്കൊന്നും കൂടെ ഒന്ന് മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് 2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ കൗണ്ടബിൾ നൗൺ ഈസ് എ ടൈപ്പ് ഓഫ് നൗൺ ദാറ്റ് ക്യാൻ ബി. അപ്പോൾ എ കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള നൗണാണ്. എത്തരത്തിലുള്ള നൗണാണെന്നാണ് താഴെ 2 ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. എ എന്ന് പറയുന്നത് പ്രസൻറ്റഡ് ഇൻ ബോത്ത് ദ സിംഗുലർ ഫോം ആൻഡ് ദ പ്ലൂറൽ ഫോം. എന്താണ് സിംഗുലറിലും പ്ലൂറൽ ഫോമിലും കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നൗൺസ് ആണ് കൗണ്ടബിൾ നൗൺസ് എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് വൺ റെപ്രസെൻറ്റഡ് ബൈ എ നമ്പർ സച്ച് ആസ് 2 cats 5 ബുക്സ് എന്നൊക്കെ. അതായത് നമ്പറിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് 2 പൂച്ചയെന്നോ 5 ബുക്സ് എന്നൊക്കെ നമ്പറിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കൗണ്ടബിൾ നൗൺ എന്നും ഒരു ഓപ്ഷനും തന്നിരിക്കുന്നു. അപ്പോൾ ഈ 2 ഓപ്ഷനിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും ശരി? ഓക്കെ, അപ്പോൾ 2 ശരി തന്നെയാണ് അല്ലേ. അപ്പോൾ കൗണ്ടബിൾ നൗൺസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത് എന്താണ്? എണ്ണാൻ കഴിയുന്ന അല്ലെങ്കിൽ കൗണ്ട് ചെയ്യുവാൻ കഴിയുന്ന വസ്തുക്കളെയാണ് കൗണ്ടബിൾ നൗൺ അല്ലെങ്കിൽ കൗണ്ട് നൗൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ ഇതിലെ ടേംസിനെ നമുക്ക് സിംഗുലറായിട്ടോ പ്ലൂറലായിട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞു. ഈ നൗൺസിൻ്റെ കൂടെ എ അല്ലെങ്കിൽ ആൻ, അതും അല്ലെങ്കിൽ എത്ര നമ്പറാണ് എന്നൊക്കെ സൂചിപ്പിക്കാവുന്നതാണെന്നും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ എന്താണ് കൗണ്ടബിൾ നൗൺസ് അല്ലെങ്കിൽ കൗണ്ട് നൗൺസിൻ്റെ ഡെഫിനിഷൻസ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിരിക്കുന്നത്. സോ അതൊന്ന് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അനദർ ടേം ഫോർ അൺകൗണ്ടബിൾ നൗൺ. അപ്പോൾ എന്താണ് അൺകൗണ്ടബിൾ നൗണിൻ്റെ മറ്റൊരു ടേം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി പറഞ്ഞു എന്താണ് മാസ് നൗൺ. സോ മാസ് നൗൺ അല്ലെങ്കിൽ അൺകൗണ്ടബിൾ നൗൺ എന്ന് വെച്ചാൽ എന്താണ്? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എണ്ണാൻ കഴിയാത്ത നാമങ്ങളാണ് അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. സാധാരണയായി അമൂർത്തമായ ആശയങ്ങൾ, പിന്നെ പദാർത്ഥങ്ങൾ, ദ്രാവകങ്ങൾ എന്നിവയെ കുറിക്കാനാണ് നമ്മൾ അൺകൗണ്ടബിൾ നൗൺസ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് റെയിന്, ബ്ലഡ്, ഹാപ്പിനെസ്, വുഡ്, എയർ, മിൽക്ക് ഒക്കെ എന്താണ് അൺകൗണ്ടബിൾ നൗൺസിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് മെറ്റീരിയൽ നൗൺസ് ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം. സോ നമ്മൾ ഈ നൗൺസ് ഇത്രയും ക്ലാസിഫിക്കേഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഒക്കെ വരാം. സോ അങ്ങനെ കൺഫ്യൂഷൻസ് ഒന്നും വരരുത്. അറ്റ് ദ എൻഡ് ഈ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നവയിലെല്ലാം തന്നെ നൗൺസ് എന്ന ഒറ്റ കാറ്റഗറിയിൽ വരുന്നവയാണ്. എന്നാൽ അവയിൽ എക്സാമിന് ഇതുപോലെയുള്ള നൗൺസിൻ്റെ പേരെടുത്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയണം. സോ ആ ഒരു തിങ്കിങ്ങിൽ മനസ്സിൽ വെച്ചിട്ട് വളരെ കൂളായിട്ട് തന്നെ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക, പഠനം രസകരമാക്കുക. സോ ദെൻ ബാക്ക് ടു ദി വീഡിയോ. നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? മെറ്റീരിയൽസ് നൗൺ ആണ്. അപ്പോൾ മെറ്റീരിയൽസ് നൗൺ എന്ന് പറയുന്നത് എന്താണ്? മറ്റു വസ്തുക്കൾ രൂപപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ നാമങ്ങളാണ് മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? മറ്റു വസ്തുക്കൾ രൂപപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ നാമങ്ങളെയാണ് നമ്മൾ മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുമ്പോൾ നമുക്ക് അയണ്, ഗോൾഡ്, വാക്സ്, പേപ്പറൊക്കെ. അയണും ഗോൾഡും ഒക്കെ നമുക്ക് മറ്റു വസ്തുക്കൾ രൂപപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന നൗൺസ് ആണല്ലോ. സോ അങ്ങനെ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഓർത്ത് പഠിക്കുക. അപ്പോൾ മെറ്റീരിയൽ നൗൺസ് എന്ന് പറയുമ്പോൾ മറ്റു വസ്തുക്കൾ രൂപപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പേരുകളെയാണ് നമ്മൾ മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. ഇവ കോൺക്രീറ്റ് രൂപത്തിലുള്ള അൺകൗണ്ടബിൾ നൗൺസ് ആയിരിക്കും. അപ്പോൾ എന്താണ്? ഗോൾഡൊക്കെ നമുക്ക് അങ്ങനെ എണ്ണി പറയാൻ പറ്റത്തില്ല, ആ ഒരു അതിൻ്റെ അളവൊക്കെ. അപ്പോൾ ഇവ കോൺക്രീറ്റ് രൂപത്തിലുള്ള അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസ് ആയിരിക്കും. ഇത്തരം നാമങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നവയാണ്. അപ്പോൾ എന്താണ്? മെറ്റീരിയൽ നൗൺസ് എന്ന് പറയുന്നത് മറ്റു വസ്തുക്കൾ രൂപപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പേരുകളാണ് നമ്മൾ മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. ഇവ കോൺക്രീറ്റ് രൂപത്തിലുള്ള അൺകൗണ്ടബിൾ നൗൺസ് ആയിരിക്കും. അതുപോലെ ഇത്തരം നാമങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കും. ഉദാഹരണമായിട്ട് അയണ്, ഗോൾഡ്, വാക്സ്, പേപ്പറൊക്കെ മെറ്റീരിയൽ നൗൺസ് ആയിട്ട് എക്സാമ്പിളായിട്ട് വരുന്നവയാണ്. ഇനി പ്രകൃതിയിലുള്ളതോ അല്ലെങ്കിൽ നിർമ്മിതമായതോ ആയ അസംസ്കൃത വസ്തുക്കളെല്ലാം മെറ്റീരിയൽ നൗൺസിൽ വരുന്നതാണ്. അപ്പോൾ എന്താണ്? പ്രകൃതിയിലുള്ളതോ മനുഷ്യനിർമ്മിതമായതോ ആയ അസംസ്കൃത വസ്തുക്കളെല്ലാം മെറ്റീരിയൽ നൗൺസിൽ വരുന്നതാണ്. ഒന്നാമതായിട്ട് മെറ്റീരിയൽ നൗൺസ് ഫ്രം ആനിമൽ. ഇപ്പോൾ ആനിമലിൽ നിന്നും നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ നൗൺസ് എന്തൊക്കെയാണ്? ഹണി, എഗ്ഗ്, മിൽക്ക്, സിൽക്ക്, ലെതർ, വൂള്. അതായത് ഈ നൗൺ, അതായത് മെറ്റീരിയൽ നൗൺസ് ഫ്രം ആനിമൽ എന്ന് പറയുന്ന ഹണി, എഗ്ഗ്, മിൽക്ക്, സിൽക്ക്, ലെതർ, വൂൾ, ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? മറ്റു മെറ്റീരിയൽസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സോ അതാണ് മെറ്റീരിയൽ നൗൺസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മെറ്റീരിയൽ നൗൺസ് ഫ്രം ആനിമൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മെറ്റീരിയൽ നൗൺസ് ഫ്രം പ്ലാന്റ്സ്. അപ്പോൾ പ്ലാന്റ്സിൽ നിന്ന് നമ്മൾ കിട്ടുന്ന കുറച്ച് വസ്തുക്കളുണ്ട്. അവയെ നമ്മൾ എന്ത് ചെയ്യും? മറ്റു മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും. ഏതൊക്കെയാണ്? കോഫി, കോട്ടൺ, ഫുഡ്, ഓയില്, വുഡ്, ജൂട്ട്, മെഡിസിൻ, ടീ, റബ്ബർ, പെർഫ്യൂം. ഇതൊക്കെ എന്താണ്? നൗൺസ് ആണ്. എങ്ങനെയുള്ള നൗൺസ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റീരിയൽ നൗൺസ് ആണ്. മെറ്റീരിയൽ നൗൺസിൽ തന്നെ ഫ്രം പ്ലാന്റ്സിൽ നിന്നും എടുക്കുന്ന മെറ്റീരിയൽ നൗൺസ് ആണ്. എന്താണ്? കോഫി, കോട്ടൺ, ഫുഡ്, ഓയിൽ, വുഡ്, ജൂട്ട്, മെഡിസിൻ, ടീ, റബ്ബർ, പെർഫ്യൂം. ദെൻ മെറ്റീരിയൽ നൗൺസ് ഫ്രം നൗൺസ്. അപ്പം നൗണിൽ നിന്ന് തന്നെയുള്ള മെറ്റീരിയൽ നൗൺസ് ഏതൊക്കെയാണ്? ആസിഡ്, ആൽക്കഹോള്, ബ്രിക്ക്, സിമൻറ്റ്, ബട്ടർ, ചോക്ക്, ചീസ്, ക്ലോത്ത്, ഇവയെല്ലാം എന്താണ്? മെറ്റീരിയൽ നൗൺസ് ഫ്രം നൗൺസ് ആണ്. അപ്പം
നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തി എന്താണ് മെറ്റീരിയൽ നൗൺസ് ആണ്. അപ്പോൾ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മറ്റു വസ്തുക്കൾ രൂപപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ നാമങ്ങളാണ് മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. ഇവ കോൺക്രീറ്റ് രൂപത്തിലുള്ള അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസ് ആയിരിക്കും. അതുപോലെ ഇത്തരം നാമങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. അപ്പം അയണ്, ഗോൾഡ്, വാക്സ്, പേപ്പർ ഇതൊക്കെ എന്താണ് മെറ്റീരിയൽ നൗൺസിനകത്ത് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഡെഫിനേഷൻസ് ഒന്നും കാണാതെ പഠിക്കുക, അങ്ങനെയൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കി വെച്ചതിന് ശേഷം എക്സാമിൽ എന്താണോ ചോദിക്കുന്നത്, നൗണിൻ്റെ ഏത് കാറ്റഗറി ആണോ ചോദിക്കുന്നത് അത് മനസ്സിലാക്കിയ ശേഷം അതിനുള്ള ആൻസർ എഴുതുക. ഓക്കെ. ഇപ്പോൾ ഈ മെറ്റീരിയൽ നൗൺ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്കൊരു കാര്യം കൂടെ അറിയേണ്ടതുണ്ട്. മെറ്റീരിയൽ നൗണും കോൺക്രീറ്റ് നൗണും അതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പം എന്താണ്? ഫിസിക്കൽ അപ്പിയറൻസ് ഉള്ളവയാണ് കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയും. അപ്പം എന്താണ്? ഒരു ഫിസിക്കൽ അപ്പിയറൻസ്, അതായത് വ്യക്തമായിട്ടുള്ളൊരു രൂപമുള്ളവയായിരിക്കും എന്തെന്ന് പറയുന്നത് കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ബുക്ക്, ചെയർ, കാറ്, പെൻസിൽ. അപ്പം ഇങ്ങനെയുള്ള നൗൺസ് ഒക്കെ എന്താണ്? ഒരു വ്യക്തമായിട്ടുള്ള രൂപമുള്ളവയാണല്ലോ. സോ അങ്ങനെ രൂപമുള്ള ഒരു നൗൺസിനെയാണ് നമ്മൾ കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ. എന്നാൽ മെറ്റീരിയൽ നൗൺസ് പരസ്പരം കൂട്ടിച്ചേർത്ത് മറ്റൊരു രൂപമോ അവസ്ഥയോ ആയി മാറുന്നവയായിരിക്കും. അങ്ങനെയുള്ളവരെയാണ് മെറ്റീരിയൽ. അതാണ് മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നതാണ് പരസ്പരം കൂട്ടിച്ചേർത്ത് മറ്റൊരു രൂപമോ അല്ലെങ്കിൽ അവസ്ഥയോ ആയി മാറുന്നതാണ് എന്ത്? മെറ്റീരിയൽ നൗൺസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഷുഗർ, വാട്ടർ, സിമൻറ്റ്. ഇതൊക്കെ എന്താണ്? നമുക്ക് മറ്റ് സാധനങ്ങൾ ആയിട്ട് കൂടിച്ചേർക്കാൻ പറ്റുന്നതാണല്ലോ. അതാണ് നമ്മൾ മെറ്റീരിയൽ നൗൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് മെറ്റീരിയൽ ആൻഡ് കോൺക്രീറ്റ് നൗൺ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് ഉള്ളവയാണ് കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്. ഇവ വ്യക്തമായിട്ടുള്ള രൂപമുള്ളവയായിരിക്കും. ഉദാഹരണത്തിന് ബുക്ക്, ചെയർ, കാറ്, പെൻസിലൊക്കെയാണ്. അതുപോലെ മെറ്റീരിയൽ നൗൺസ് എന്ന് പറയുമ്പോൾ പരസ്പരം കൂട്ടിച്ചേർത്താൽ മറ്റൊരു രൂപമോ അവസ്ഥയോ ആയി മാറുന്നവയായിരിക്കും. അപ്പോൾ ഉദാഹരണത്തിന് ഷുഗർ, വാട്ടർ, സിമൻറ്റ് തുടങ്ങിയവയാണ്. ഓക്കെ. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് വേർഡ് ഈസ് എ മെറ്റീരിയൽ നൗൺ? അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസിൽ ഏതാണ് മെറ്റീരിയൽ നൗൺ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സെൻറ്റൻസ് ഇതാണ്: മൈ മദർ വിയേഴ്സ് ഗോൾഡ് ജുവലറി. അപ്പോൾ എൻ്റെ അമ്മ ഒരു ഗോൾഡ്, സ്വർണ്ണം കൊണ്ടുള്ള ഒരു ജുവലറി വെയർ ചെയ്തിട്ടുണ്ട്. അതാണ് ആ സെൻറ്റൻസ്. അതിൽ നിന്ന് ഏതാണ് മെറ്റീരിയൽ നൗൺ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മെറ്റീരിയൽ നൗൺ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത് പരസ്പരം കൂട്ടിച്ചേർത്താൽ മറ്റൊരു രൂപമോ അവസ്ഥയോ ആയി മാറുന്നവയായിരിക്കും എന്തെന്ന് പറയുന്നത് മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. സോ ഇതിലേതായിരിക്കും ഓപ്ഷൻസ് നോക്കിയാൽ? വിയേഴ്സ് അല്ല, അതൊരു വെർബാണ്. ജുവലറി അതും വരില്ല, ഒരു നൗണായിട്ട് ഉപയോഗിക്കാം. മദർ എന്ന് പറയുന്നത് അതും വരില്ല. ഗോൾഡ്, അപ്പോൾ ഗോൾഡാണ് അല്ലേ? ഗോൾഡാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പഠിച്ചിട്ടുള്ളത്. സോ ഗോൾഡ് നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു പരസ്പരം കൂട്ടിച്ചേർത്തോ അല്ലെങ്കിൽ മറ്റൊരു രൂപമായിട്ടോ അവസ്ഥയായിട്ടൊക്കെ മാറ്റാൻ പറ്റും ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സെൻറ്റൻസിൽ മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഗോൾഡ് ആയിരിക്കും. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ആ പഠിച്ച രീതിക്കുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട് PSCയിൽ. ഓക്കെ. ഇനി അടുത്തൊരു തരത്തിലുള്ള നൗണാണ് അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. എന്താണ് അബ്സ്ട്രാക്റ്റ് നൗൺ? അപ്പോൾ ഭൗതികമായി നിലകൊള്ളാത്തതാണ് അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. എന്താണ്? ഭൗതികമായി നിലകൊള്ളാത്തതാണ് അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. അത് സാധാരണയായി ആശയങ്ങളും അതായത് ചില ഐഡിയാസും നമ്മുടെ ഫീലിങ്സും അത് വികാരങ്ങളും ഗുണങ്ങളെയും ക്വാളിറ്റീസിനെയൊക്കെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ആശയങ്ങളെയും വികാരങ്ങളെയും ഗുണങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് സ്പർശിച്ചറിയാൻ സാധിക്കാത്തതുമായിരിക്കും. സോ ഇങ്ങനെയുള്ള വേർഡ്സ് ഒരു സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ അത് എന്ത് നൗൺ ആയിരിക്കും? അബ്സ്ട്രാക്റ്റ് നൗൺ ആയിരിക്കും. എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. ജസ്റ്റിസ്, ലക്ക്, ഫ്രീഡം, ഫിയർ, ലവ്, ടൈം, ട്രൂത്ത്. അപ്പോൾ ഏതൊക്കെയാണ്? ജസ്റ്റിസ്, ലക്ക്, ഫ്രീഡം, ഫിയർ, ലവ്, ടൈം, ട്രൂത്ത്. അപ്പോൾ ഈ തരത്തിലുള്ള വേർഡ്സ് ഒക്കെ ഒരു സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയുള്ള നൗണാണ്? അബ്സ്ട്രാക്റ്റ് നൗണാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഇവ ആശയങ്ങളെയും വികാരങ്ങളെയും ഗുണങ്ങളെയും സൂചിപ്പിക്കുന്ന വാക്കുകളായതുകൊണ്ട്. ഓക്കെ. ഇനി അടുത്തൊരു നൗണാണ് കോമ്പൗണ്ട് നൗൺ എന്ന് പറയുന്നത്. കോമ്പൗണ്ട് നൗൺ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? രണ്ടോ അതിലധികമോ വാക്കുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന നാമങ്ങളാണ് കോമ്പൗണ്ട് നൗൺ എന്ന് പറയുന്നത്. രണ്ടോ അതിലധികമോ വാക്കുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന നാമങ്ങളാണ് നമ്മൾ കോമ്പൗണ്ട് നൗൺ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് റെയിൻഫോൾ. അപ്പോൾ അതിനകത്ത് റെയിനും വരുന്നുണ്ട്, ഫോളും വരുന്നുണ്ട് അല്ലേ? അതുപോലെ സൺ ഇൻ ലോ, അതുപോലെ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? കോമ്പൗണ്ട് നൗണാണ്. അപ്പോൾ കോമ്പൗണ്ട് നൗൺ എന്ന് പറയുന്നതാണ് രണ്ടോ അതിലധികമോ വാക്കുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന നാമങ്ങളാണ് കോമ്പൗണ്ട് നൗൺസ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് റെയിൻഫോള്, സൺ ഇൻ ലോ, പിന്നെന്താണ്? ക്രെഡിറ്റ് കാർഡുമാണ്. ഇനി ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമ്പൗണ്ട് നൗൺ? ഇപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഒരു കോമ്പൗണ്ട് നൗൺ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഹോഴ്സ് പവർ, പിന്നെ മാസ്റ്റർ പീസ്, ഷൂ മേക്കർ, ക്രോസ് എക്സാമിനേഷൻ. അപ്പോൾ ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്രോസ് എക്സാമിനായിരിക്കും.
ഓക്കെ, ഇനി 8th വൺ, അത് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു നൗണിൻ്റെ ഫോമാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നതാണ്. കളക്റ്റീവ് നൗൺ ആ പേര് തന്നെയുണ്ട്, ഒരു കളക്ഷൻ ആണെന്ന്. അതായത് ഒരു കൂട്ടം ജീവികളെയോ വസ്തുക്കളെയോ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നാമമാണ് കളക്റ്റീവ് നൗൺ. എന്താണ്? ഒരു കൂട്ടം ജീവികളെയോ വസ്തുക്കളെയോ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നാമമാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ടീം, പൈൽ, ഫ്ലോക്ക്, സ്വാം, ഹേർഡ് ഒക്കെയാണ്. എന്താണ്? ടീം, പൈൽ, ഫ്ലോക്ക്, സ്വാം, ഹേർഡ് എന്നൊക്കെ പറയുന്നതാണ് ഒരു കളക്റ്റീവ് നൗണിന് ഉദാഹരണമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇവിടെ കളക്റ്റീവ് നൗൺസിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ PSCയുടെ ക്വസ്റ്റ്യൻസിൽ ഇത് സ്ഥിരം വരാറുള്ളതാണ്. സോ നമുക്ക് അതൊന്ന് നോക്കി വെക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എ ബാൻഡ് ഓഫ് മ്യൂസിഷ്യൻസ്. അതെന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് നൗൺസ് ആണ്. എ ബാൻഡ് ഓഫ് മ്യൂസിഷ്യൻസ്. അതേപോലെ എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, എ കൊയർ ഓഫ് സിംഗേഴ്സ്, എ ക്ലാസ് ഓഫ് സ്റ്റുഡൻസ്, എ ക്രൗഡ് ഓഫ് പീപ്പിൾ, എ ഗാങ് ഓഫ് തീവ്സ്, എ പാക്ക് ഓഫ് തീവ്സ്, എ പാനൽ ഓഫ് എക്സ്പേർട്സ്, എ ടീം ഓഫ് പ്ലേയേഴ്സ്, എ ട്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ്. അപ്പോൾ ഈ പ്ലേയേഴ്സ്, ഡാൻസ്, എക്സ്പേർട്സ്, തീവ്സ്, അപ്പോൾ ഈ വരുന്ന നൗൺസിൻ്റെ ഒക്കെ കൂടെ വരുന്ന ആ ഒരു ആ കളക്റ്റീവ് നൗണും കൂടെ നമ്മൾ ഓർത്ത് വെക്കണം. എന്തൊക്കെയാണ്? ബാൻഡ്, ബോർഡ്, കൊയർ, ക്ലാസ്, ക്രൗഡ് എന്നൊക്കെ പറയുന്നത് ഏതിൻ്റെ കൂടെയാണ് വരുന്നതെന്ന് പ്രത്യേകം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ്? എ ബാൻഡ് ഓഫ് മ്യൂസിഷ്യൻസ്, എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, എ കൊയർ ഓഫ് സിംഗേഴ്സ്, എ ക്ലാസ് ഓഫ് സ്റ്റുഡൻസ്, എ ക്രൗഡ് ഓഫ് പീപ്പിൾ, എ ഗാങ് ഓഫ് തീവ്സ്, എ പാക്ക് ഓഫ് തീവ്സ്, എ പാനൽ ഓഫ് എക്സ്പേർട്സ്, എ ടീം ഓഫ് പ്ലേയേഴ്സ് ആൻഡ് എ ട്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ്. ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ PSCയിൽ PYQ ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടുണ്ട്. വിച്ച് വേർഡ് ഈസ് എ കളക്റ്റീവ് നൗൺ? അപ്പോൾ താഴെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് ഏത് വേർഡാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ദി ക്രൗഡ് വാസ് ഓൺ ദ മെയിൻ സ്ട്രീറ്റ്. ഇപ്പോൾ മെയിൻ സ്ട്രീറ്റിൽ എന്തുകൊണ്ട്? ക്രൗഡ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തെ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് ഏതാണ്? നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചതാണ്. അതിനകത്ത് തന്നെ ഉണ്ടാക്കിയ ഏതാണ്? ക്രൗഡാണ്. ഇനി നമുക്ക് നൗണിൻ്റെ കാറ്റഗറിയിൽ പ്രധാനപ്പെട്ട 2 ലിസ്റ്റ് കൂടി നോക്കാനുണ്ട്. അതിൽ ഈ ലിസ്റ്റിൽ പ്രധാനപ്പെട്ട ക്രിയകളുടെ നാമരൂപങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇതും PSC ഫാക്ട്സ് ആണ്. ഓക്കെ, ആദ്യത്തേത് ചില പ്രധാനപ്പെട്ട ക്രിയകളുടെ നാമരൂപങ്ങളാണ്. അപ്പോൾ ക്രിയകളുടെ ചില നാമരൂപങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം അസെപ്റ്റ് എന്ന് പറയുന്ന ഒരു വെർബിൻ്റെ നൗൺ ഫോമാണ് അസെപ്റ്റൻസ്. അപ്പോൾ എന്താണ്? അസെപ്റ്റ് എന്ന് പറഞ്ഞ വെർബിൻ്റെ നൗൺ ഫോം ഏതാണ്? അസെപ്റ്റൻസ് ആണ്. അതുപോലെ അച്ചീവിൻ്റെ എന്താണ്? അച്ചീവ്മെൻറ്റ്. ആക്ടിൻ്റെ ആക്ഷൻ. അഡ്വൈസ്, അഡ്വൈസ്. അമേസ്, അമേസ്മെൻറ്റ്. അമ്യൂസ്, അമ്യൂസ്മെൻറ്റ്. അനോയ്, അനോയൻസ്. അറ്റൻഡ്, അറ്റൻഷൻ അല്ലെങ്കിൽ അറ്റൻഡൻസ് എന്നും പറയാം. അട്രാക്ട്, അട്രാക്ഷൻ. ചൂസ്, ചോയ്സ്. ക്ലിയർ, ക്ലാരിറ്റി. കൺഫ്യൂസ്, കൺഫ്യൂഷൻ. കൺസിഡർ, കൺസിഡറേഷൻ. കണ്ടിന്യൂ, കണ്ടിന്യൂറ്റി. ഡിസ്ട്രോയ്, ഡിസ്ട്രക്ഷൻ. ഡെവലപ്പ്, ഡെവലപ്മെൻറ്റ്. എഡ്യൂക്കേറ്റ്, എഡ്യൂക്കേഷൻ. എംബറാസ്, എംബറാസ്മെൻറ്റ്. എൻകറേജ്, കറേജ്. ഇവാപ്പൊറേറ്റ്, ഇവാപ്പൊറേഷൻ. ഇൻവെൻറ്റ്, ഇൻവെൻഷൻ. സോ ഈ ഒരു വേർഡ് നമ്മൾ പഠിച്ചിരിക്കണം. അതായത് വെർബിൻ്റെ ഏതൊക്കെയാണ് നോൺ ഫോംസ് എന്നുള്ളതും കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. അത് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ആൻ എസെൻഷ്യൽ ലിസ്റ്റ് ഓഫ് നൗൺസ് വേർ ദ വെർബ് ഫോം ഈസ് ഐഡൻറ്റിക്കൽ. അതായത് ഇവിടെ വെർബിൻ്റെയും നൗണിൻ്റെ ഫോമും തുല്യമായിട്ട് വരുന്നത് ഏതൊക്കെയാണെന്നുള്ളൊരു ലിസ്റ്റാണ്. പിന്നാണ് വെർബും നൗണും ഫോമും തുല്യമായിട്ടുള്ളത്. ഒന്ന് ആക്സസ്, പിന്നെ ഉള്ളത് ആക്ട്, പിന്നെ ഉള്ളത് അഡ്രസ്സ്, പിന്നെ ഉള്ളത് എന്താണ്? എയിം, ദെൻ ആൻസർ, അറസ്റ്റ്, റോക്ക്, ബാൻ, ബോ, ബ്രഷ്, ബോക്സ്, ബോട്ടിൽ, സെർച്ച്, ബ്രേക്ക്, കെയർ, ചീറ്റ്, കോപ്പി, ഡിമാൻഡ്, ഡിസ്ലൈക്ക്, ഡൗട്ട്, ഡ്രസ്, ഡ്രിങ്ക്, ഫാസ്റ്റ്, ഫ്ലവർ, ലൈറ്റ്, ലോക്ക്, ലൈ, ഇൻസൾട്ട്, ലവ്, പ്രൊട്ടസ്റ്റ്, ഷോപ്പ്, ഷെയർ, വിഷ്, വർക്ക്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ വെർബ് ഫോമും നൗൺ ഫോമും തുല്യമായിരിക്കും. ഓക്കെ, അതാണ് ഈ ഒരു ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നമ്മളിതുവരെ ഡിസ്കസ് ചെയ്തത് പാർട്സ് ഓഫ് സ്പീച്ചിനെ പറ്റിയാണ്. 8 ഘടകങ്ങളാണ് പാർട്സ് ഓഫ് സ്പീച്ചിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പാർട്സായ നൗണും അതിൻ്റെ മറ്റ് 8 തരത്തിലുള്ള ഡിവിഷൻസുമാണ് നമ്മൾ നോക്കിയത്. സോ കൺഫ്യൂഷൻസ് ഒന്നും വരാതെ ഓരോ ടേമും എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. തുടർന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് ഇതിൻ്റെ ബാക്കിയുള്ള ക്ലാസ്സുകൾ ഉടൻ തന്നെ അച്ചീവർ സ്റ്റഡി വ്ളോഗ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ സപ്പോർട്ട്സും കൂടെ ഉണ്ടാകണം. Then thank you for watching.